ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. ഞങ്ങൾ ഇന്ന് വീണ്ടും ഇതാ ഒരു ടീം ലഞ്ചിന് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാക്കനാടുള്ള 1947 ഇന്ത്യൻ റെസ്റ്റോറന്റ്, അവിടെയാണ് ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. 1947 എന്ന പേര് പോലെ തന്നെയായിരുന്നു അവർ ഓരോ തീമും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു കയറുമ്പോൾ കാണാം അവിടുത്തെ വോളിലൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫോട്ടോസും ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. എനിക്ക് ഈ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ ഇരുന്ന ഒരു ഫീൽ ആട്ടോ എനിക്ക് ആ സമയത്ത് കിട്ടിയത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും വളരെ ഭംഗിയായിട്ട് അവർ 1947 എന്നുള്ള തീം അവിടെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉച്ച സമയത്ത് വന്നത് കൊണ്ട് തന്നെ ആകണം, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ഫുള്ളായിരുന്നു സീറ്റൊക്കെ. ഞങ്ങൾ അതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം ലഞ്ചോ ടീം ഡിന്നറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഇവിടെ ബുക്കിംഗ് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. നേരത്തെ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്ത് വെക്കാം. ഞങ്ങളിത് ബുക്ക് ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ് നമുക്കിത് ഇവിടെ നിൽക്കേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്ക്. അടിപൊളി ആംബിയൻസ് കണ്ടില്ലേ, എന്തൊരു രസമാണ്, നല്ല പീസ്ഫുൾ ഏരിയ ആയിരുന്നു അത്. അവിടുത്തെ ഓരോ സാധനങ്ങളും നമ്മളിൽ കൗതുകം ഉണർത്തുന്നത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാട്ടോ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ടീം ലഞ്ച് എന്ന് പറയുമ്പോൾ ടീമായിട്ട് തന്നെ ഇരിക്കണമല്ലോ, 2 സീറ്റിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അവരൊരു സീറ്റ് ഇപ്പൊ തന്നിരിക്കുന്നത്. അടിപൊളിയായിരുന്നു, കണ്ടില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാട്ടോ ഇവിടുത്തെ മെനു കാർഡ്. അതിലും ഒരു കൗതുകമുണ്ട്, പലകയിലാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ? എന്റെ മുമ്പിലിരിക്കുന്ന ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അതാട്ടോ വീഞ്ഞ് ഗ്ലാസ് എന്ന് അതിനെ പറയുന്നത്. അങ്ങനെ തന്നെ അല്ലേ അതിനെ പറയുന്നേ? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കണ്ടിട്ട്. വേറെ ആർക്കെങ്കിലും അത് എന്താണെന്ന് അറിയാമെന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അവർ ആദ്യം വെൽക്കം ഡ്രിങ്ക് തന്നു, കാരമൽ ബനാന ഷേക്ക് അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്കത് കുടിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ആരോ പറയുന്നത് കേട്ടതാണ് കാരമൽ ബനാന ഷേക്ക് ആണെന്ന്. എനിക്ക് പ്രത്യേകിച്ച് എന്താണെന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് സൂപ്പാണ്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പും ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പും, അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബാക്കി പിന്നാലെ പറയാന്നാട്ടോ അമല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഞങ്ങള് സൂപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സൂപ്പ് എത്തിയായിരുന്നു കേട്ടോ. ആ സൂപ്പ് വരാനുള്ള സമയത്ത് നമ്മൾ അടുത്ത മെനു എന്താണ് ഓർഡർ കൊടുക്കേണ്ടത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ നോക്കുന്ന സമയത്ത് നമ്മുടെ സൂപ്പ് ഇവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് തന്നെയാട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഫ്ലേവേഴ്സ് ഇഷ്ടമല്ല, ഈ മസാലയുടെ ഒക്കെ ഒത്തിരി കുത്തുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് തന്നെയാണ്. ബാക്കി എല്ലാവർക്കും ഹോട്ട് ആൻഡ് സോർ ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലതാണ് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ സ്റ്റാർട്ടർ ആയിട്ട് പറഞ്ഞത് മലായ് ചിക്കൻ ടിക്കയും ഡ്രാഗൺ ചിക്കനും ആയിരുന്നു. മലായ് ചിക്കൻ ടിക്ക എനിക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും തോന്നിയില്ല, പക്ഷെ ഡ്രാഗൺ ചിക്കൻ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, അപ്പൊ തന്നെ പ്ലേറ്റ് കാലിയായിരുന്നു, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പും സ്റ്റാർട്ടറും കഴിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ വയറൊക്കെ ഒന്ന് സെറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത മെനു എന്താണെന്നാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ മെനു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബൺ പൊറോട്ട, ഗാർലിക് നാൻ, ബട്ടർ നാൻ, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ഹുനാൻ ചിക്കൻ, ബീഫ് മാമാങ്കം, ചില്ലി ഡ്രൈ ഫ്രൈ, അങ്ങനെ എന്ത് പറയാനാ, എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ ഓർമ്മ കൂടിയില്ല കേട്ടോ എന്തൊക്കെയാന്ന് കഴിച്ചതെന്ന്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആട്ടോ, എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ആണല്ലോ, അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ലൊരു സൈലന്റ് ഏരിയ തന്നെയായിരുന്നു. അത്രയും ആളുകളും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ അത്. എന്താണെങ്കിലും നിങ്ങൾ അവിടെ പോയി തന്നെ നോക്കണം അത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആ ബൺ പൊറോട്ടയാണ് ഞാൻ ആദ്യം എടുത്തത്, പക്ഷെ അത് നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല ഹെവി സാധനമാട്ടോ. ആ ഒരു ബൺ പൊറോട്ട തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലായി പോകും. കാരണം അത് ഈ നിവർത്തും തോറും ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ നമ്മളിങ്ങനെ നിവർത്തും തോറും അതിന്റെ വലിപ്പം കൂടി വരുന്നുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്താണെങ്കിലും.
എനിക്ക് അവിടുന്ന് കഴിച്ച ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ ബീഫ് മാമങ്ക കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റം. അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് എന്താണെങ്കിലും കഴിച്ച മാത്രയിൽ തന്നെ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല അവശതയിലിരിക്കുക കേട്ടോ. കഴിച്ച് ഒരു രക്ഷയില്ലാണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരു ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ. കാരണം ഇത്രയും ഫുഡ് കഴിച്ചല്ലേ, ഇതൊക്കെ ഒന്ന് ദഹിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചത് പൈനാപ്പിൾ ജ്യൂസ് ആണ്. അമൽ ഇവിടെ കുത്തബ് മിനാർ തോണ്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ അതിൽ നിന്നും പോയി കൈയിട്ട് വാരി കഴിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്